ഹലോ ഗൈസ്, ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വയനാട് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മളവിടെ ടിക്കറ്റ് എടുക്കണം. 160 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പാർക്കിംഗ് ചാർജും കൂടി കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് 160 രൂപ ടിക്കറ്റ് വരുന്നത്. സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ വന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1500 പേർക്ക് ടിക്കറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും നേരത്തെ വരാൻ നോക്കുക. പിന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തോ ഭാഗത്ത് നമുക്കൊരു ടിക്കറ്റ് പറഞ്ഞ് ഒപ്പിച്ചു എന്ന് പറയാം. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വയനാട് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ വരുന്നത് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് ചെക്കിങ് ചെയ്യാനുണ്ട്. ഫോറസ്റ്റ് ഓഫീസർമാർ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞ് നടന്നു നോക്കാം. പിന്നെ വേറെ ശ്രദ്ധിക്കുക, നമ്മുടെ ബാഗിൽ ക്യാമറ, ഫോൺസ് അതല്ലാതെ എൻ്റെ ബാഗിൽ ഇപ്പോൾ ഡ്രോൺ ഉള്ളതുകൊണ്ട് അത് ഉള്ളിലേക്ക് അലൗഡ് അല്ല. അത് അങ്ങോട്ട് അതുകൊണ്ട് ബാഗ് അവിടെ വാങ്ങി വെച്ചിട്ടോ. അവിടെ സേഫായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രോൺ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധിക്കുക. ഈ സൂചിപ്പാറ വാട്ടർഫാൾസിനുള്ളിൽ ഡ്രോൺ അലൗഡ് അല്ല. പ്രത്യേകിച്ച് അത് ബാഗിൽ വെച്ച് ഒന്നില്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. കൗണ്ടറിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് ചെക്കിങ് കൗണ്ടറിൽ അവിടെ കൊടുത്താൽ മതി. അവരവിടെ തന്നെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഇതേപോലെ കുറേ നടക്കുമ്പോൾ നമുക്കവിടെ അങ്ങനെ വന്ന് വിശ്രമിച്ച് അങ്ങനെ ഇരുന്നിട്ടൊക്കെ പിന്നെ നടക്കാം കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ നടക്കണ്ടേ. കുറേ ഇറക്കമാണ്. ഇനിയിപ്പോൾ ഈ ഇറക്കം മുഴുവൻ നമ്മൾ തിരിച്ച് കയറുമാണ് കേട്ടോ. നല്ല വൈബാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു വൈബാണ് ഗൈസ്. ഏകദേശം വാട്ടർഫാൾസിൻ്റെ ഒക്കെ അടുത്തെത്താനായി തോന്നും കേട്ടോ. സൗണ്ടൊക്കെ കേൾക്കൽ തുടങ്ങി. മെല്ലെ പോയാൽ കേട്ടോ. നല്ല കാമായിട്ടൊരു അന്തരീക്ഷം, അടിപൊളി വൈബ്. അങ്ങനെ ഒടുവിൽ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താനായി ഗൈസ്. അപ്പോൾ ഞാൻ ഒരുപാട് പേര് വാട്ടർഫാൾസിൽ പോയി വന്നതിന് ശേഷം അവിടെ വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു എന്താ പറയുക ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഏകദേശം അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒടുവിൽ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. ഈ കാണുന്നതാണ് സൂചിപ്പാറ വാട്ടർഫാൾസ്. നല്ലൊരു ഹോളാണെന്ന് പറയാം കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വേനൽക്കാലത്ത് അത്യാവശ്യം വെള്ളമുണ്ട് വാട്ടർഫാൾസിൻ്റെ അവിടെ. ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് കുളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് അതിനൊരു റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. ആർക്കും ഈ വേനൽക്കാലത്ത് വന്ന് കുളിക്കട്ടോ. മഴക്കാലത്ത് അധികം ഇവിടെ അടച്ചിടാനാണ് സാധ്യത. പക്ഷേ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മഞ്ഞ കളറിൽ കാണുന്ന മുഴുവൻ വഴുക്കലാണ്. ഇപ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ ഈ കൂടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. വാട്ടർഫാൾസിന് വരുന്ന വഴിയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് പോയി നോക്കാം കേട്ടോ. ഈ കാണുന്ന സൂചിപ്പാറ വാട്ടർഫാൾസ് നല്ല എന്താ പറയുക തണുപ്പ്, നല്ലൊരു വല്ലാത്തൊരു ഫീലാണെന്ന് പറയാം കേട്ടോ. ഇവിടെ ഒരുപാട് പേര് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുക, രസിക്കുന്നുണ്ട്. ഫോട്ടോസും സെൽഫി എടുക്കുന്നുണ്ട്. എന്താ പറയുക ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് വയനാട് വരികയാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട നല്ലൊരു സ്പോട്ടാണ് സൂചിപ്പാറ വാട്ടർഫാൾസ്. തീർച്ചയായും വരിക, നന്നായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മടങ്ങുക കേട്ടോ. നല്ലൊരു വൈബാണ്, നല്ല സ്ഥലമാണ്. അപ്പോൾ വയനാട് നിങ്ങൾ സന്ദർശിക്കുക, തീർച്ചയായും വരാൻ പറ്റും നല്ല സ്പോട്ട് തന്നെ സൂചിപ്പാറ വാട്ടർഫാൾസ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്ദർശിക്കുക. അപ്പോൾ മറ്റൊരു സ്പോട്ടിലേക്ക് പോവുക. ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.